ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോഴെല്ലാം പവർ കട്ടായിരുന്നു. ഞാൻ മന്ത്രിയായപ്പോൾ പവർ കട്ട് ഇല്ലാതാക്കിയതിന് അന്ന് ഗവൺമെൻറ്റും വൈദ്യുതി വകുപ്പ് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ്. കാരണം യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു 40-50% വൈദ്യുതി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അന്ന് 40 ഞാൻ മന്ത്രിയായിരുന്നപ്പം. ബാക്കി 60% നമ്മൾ വിവിധ കരാർ വഴി വാങ്ങുക. ഇനിയിപ്പം ഇവിടുത്തെ സ്ഥിതി എനിക്കെന്താണെന്ന് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഇനി അല്പം കൂടുതൽ ഉണ്ടാക്കിയാൽ പോലും ബാക്കി വൈദ്യുതി കരാർ വഴി വിവിധ സംവിധാനത്തിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് വെച്ചാണ് പ്രഖ്യാപിച്ചത്. ഞാൻ എല്ലാ ജില്ലയിലും പല ആവർത്തി പോയി. യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഒരു 40-50% കൂടുതൽ ഉൽപ്പാദനം ഇല്ല. ഞാൻ മന്ത്രിയായിരുന്നപ്പം 40%. ഇപ്പം മഴ കുറവാണെങ്കിൽ അത് പ്രശ്നമാണ്. മഴ കുറവെന്നാൽ ഡാമിൽ വെള്ളം കുറയും. ഡാമിൽ വെള്ളം കുറഞ്ഞെന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കുറയും സ്വാഭാവികമായി. അപ്പോൾ ഇതൊരു കാര്യമാണ്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും ഈ അവസ്ഥയൊക്കെയായിരുന്നു. പക്ഷെ അന്ന് വൈദ്യുതി കട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി വിവിധ സ്ഥാപനം വഴി കരാറുണ്ടാക്കി, താപനിലയം വഴിയെല്ലാം കരാറുണ്ടാക്കി പുതിയ വൈദ്യുതി വാങ്ങിച്ചാണ് ഇവിടെ വൈദ്യുതി കട്ട് ഒഴിവാക്കിയതും സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചതാണ്. അത് ചരിത്രത്തിലാദ്യമാണ്. ചരിത്രത്തിൽ. അതേസമയം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിക്കുമ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി ഇല്ലാത്ത സ്ഥലം ഇരുട്ടിലാക്കും കേരളത്തെ. അത് മുൻകാല അനുഭവമാണ്. LDFിൻ്റെ ഗവൺമെൻറ്റാണ് ഇതിൽ മാറ്റം വരുത്തിയത്. കോൺഗ്രസ് വീണ്ടും വന്നു, സതീശൻ വീണ്ടും കേരളം ഇരുട്ടിലാകുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഞാൻ പറയാൻ പുതിയ കാര്യമല്ലെന്ന്. കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതി അന്നുമില്ല ഇന്നുമില്ല. ഉള്ളത് ഉപയോഗിക്കുക ഫലപ്രദമായി, രണ്ടാമത് പോരാത്തത് വാങ്ങുക. കിട്ടാനുണ്ട് ഇഷ്ടം പോലെ കിട്ടും. കരാർ വെച്ചാൽ വില കൊടുത്താൽ മതി. ജനങ്ങൾ കാശ് തരുന്നില്ല. അത് വാങ്ങാതെ ഒരുമാതിരി തട്ടിപ്പാണ് സതീശനും കൂട്ടരും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശനും കൂട്ടുകാതെ വൈദ്യുതി മന്ത്രിയതെ. പക്ഷെ മുഖ്യമന്ത്രിയല്ലേ നിലപാടെടുക്കേണ്ടത്. വൈദ്യുതി മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ അങ്ങനെ സർവ്വസാധാരണമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ നിലപാടെടുക്കുന്ന കൃത്രിമ കട്ടുണ്ടാക്കി പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളും വൈദ്യുതി മേടിക്കും. എന്നിട്ട് ഇഷ്ടം പോലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സതീശനും UDFും എന്നാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വൈദ്യുതി അന്നും ഇന്നും നമുക്ക് ആവശ്യമായത്ര ഇല്ല. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഭരിച്ചപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം ഒരു ടൈം ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പം അന്ന് ആവശ്യത്തിൻ്റെ 40% ഇവിടെ വൈദ്യുതി ഉൽപ്പാദനമുള്ളൂ. ബാക്കി വില കൊടുത്ത് കരാറുണ്ടാക്കി വൈദ്യുതി മേടിച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. ഇപ്പം സതീശനും കൂട്ടും അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി സൂത്രത്തിലുള്ള പണിയാണ്. പൈസ കൊടുക്കണം, അല്ല വേറെ പണിയൊന്നുമില്ല. തട്ടിപ്പാണ്. തട്ടിപ്പ് വേറെന്താ? ഇവർ ഏത് കാര്യത്തിലാണ് മെച്ചം? ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഫോറസ്റ്റുകാരിൽ നിന്ന് ഞങ്ങൾ സമരം നടത്തി. ഫോറസ്റ്റുകാർ ശല്യമല്ലേ? ഏതാ ജനങ്ങൾ കാലങ്ങളായി പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫോറസ്റ്റാണെന്നും പറഞ്ഞു വരിക. ഇന്ന് സമരം അതിനാ പറ്റത്. പണ്ട് കുടിയൊഴിപ്പിക്കലും എല്ലാം ചുരുളിലും കീരത്തോട്ടിലും അയ്യപ്പൻ കോയിലും അമരാവതിയിലും വണ്ണപ്പുറത്തും ആനച്ചാലിലും ഒക്കെ നടത്തിയ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അന്ന് അതിനെതിരെ പൊരുതിയാണ് ഞങ്ങൾ ഈ മണ്ണിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത്. അന്ന് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ഇവിടെ. തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. ഇടുക്കി ജില്ല രൂപം കൊണ്ടു കഴിഞ്ഞും മലയോര കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തി എന്നും നമ്മൾ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പം വൈദ്യുതി എനിക്ക് തോന്നുന്നത് സതീശനും കൂട്ടരും കൂടി ഒരു വൈദ്യുതി കട്ട്
വരുത്തിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് വലിയ തോതിൽ പൈസ ഉണ്ടാക്കി കൊടുക്കാനും അതിൽ നിന്ന് വലിയ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. 10 കൊല്ലം ഇല്ലായിരുന്ന ഒരു കട്ട് വരുമ്പോൾ അത് പുതിയ സർക്കാരിൻ്റെ കഴിവുകേടല്ലേ? കഴിവുകേടുണ്ട്, കഴിവുകേടുണ്ട്, ഭാവനയുടെ പ്രശ്നമുണ്ട്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പേരിൽ കൃത്രിമക്ഷാമം ഉണ്ടാക്കി ഏതെങ്കിലും വലിയ കമ്പനിയായി കരാറുണ്ടാക്കി കോഴ മേടിക്കാൻ വേണമാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വൈദ്യുതി മന്ത്രി പറയുന്നത് മഴയില്ലാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പ് മഴയില്ലാതെ വന്നിട്ടുണ്ടല്ലോ. ഈ വൈദ്യുതി മന്ത്രി വന്നപ്പോൾ മാത്രമല്ലല്ലോ ഇവിടെ മഴയില്ലാതെ വന്നത്. ഇതിനു മുമ്പ് മഴയില്ലാതെ വന്നില്ലേ? ഞാൻ ചോദിക്കാം, പണ്ടുണ്ടായ പോലുള്ള വേനൽ ഇപ്പോൾ ഉണ്ടോ? കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഇല്ലല്ലോ അങ്ങനെയുള്ള വേനൽ. അപ്പം വൈദ്യുതി മന്ത്രി അങ്ങേര് ഒന്നെ കാര്യം പഠിക്കാതെ അല്ലെങ്കിൽ അങ്ങേർക്ക് വേണ്ടാത്ത വിവരം ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വിഷയത്തിൽ നമ്മുടെ എം പിമാർക്കൊക്കെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വ്യാജ കോള് വന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മുടെ എം പി ഡീൻ കുര്യാക്കോസിന് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്. ഉണ്ടോ? അത് നിങ്ങൾ ആ ഡീൻ കുര്യാക്കോസിനോടാ ചോദിക്കേണ്ടത്. ചോദിച്ചോ? അദ്ദേഹം എന്നാ പറഞ്ഞേ? പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് അതാണ് ഇപ്പം നടത്തുന്നത്. അമ്മയും മകളും മകനും എല്ലാം കൂടെ കൂടി ഇപ്പൊ ഏതായാലും വീട്ടിൽ പിടിച്ചോണ്ട് അവിടെ ഇരിക്കുകയുള്ളല്ലോ ഡൽഹിയിലെ. വേറെ ഇന്ത്യയിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പം. വേറെ നരേന്ദ്രമോദിയുടെ 60 കയ്യിൽ കൊണ്ട് കൊടുത്തു. മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനവും അവരുടെ കയ്യിലായി. ഇപ്പോൾ സംഗതി ഷൂന്നായി. ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കോൺഗ്രസ് വട്ടപ്പൂജുമായി മാറി. അതിൻ്റെ നേതാവാണ് പ്രിയങ്ക ഗാന്ധിയും ആങ്ങളെയും അമ്മയും എല്ലാം. അതാണ് ഈ പരുവത്തിൽ അവരെ ആക്കിയത് ഇവരെല്ലാം കൂടെ കൂടിയാണ്. ഇന്നത്തെ പിന്നെ എന്താ സംശയം? പൈസ കൊടുത്താൽ മന്ത്രിയാകാമെന്നും അങ്ങനെ ആക്കുമെന്നും അതിന് പൈസ മേടിച്ചിട്ടാക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ള ചരിത്രമാണ് ഇന്ത്യയിൽ. അതിപ്പോൾ പുതിയ ഏർപ്പാടല്ല, പണ്ട് മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് നിങ്ങൾക്കറിയാവോ, എന്നെ മന്ത്രിയാക്കി. അന്ന് ഞാൻ തെരഞ്ഞെടുത്ത് ആദ്യം ചെന്നതാണ് നിയമസഭയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ എന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ പിന്നെ വിപ്പാക്കി. എന്ന് പറഞ്ഞാൽ MLA-മാർക്കും എല്ലാം വിപ്പ് കൊടുക്കുക. ഗവൺമെൻറ്റിൻ്റെ ഇന്ന വിഷയങ്ങൾ വരും, അതിന് ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് വിപ്പ് നടത്തുന്നു പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഒപ്പിട്ട് മേടിക്കണം എന്നല്ല നിയമം. എന്നാലേ നടപടി എടുക്കാൻ പറ്റൂ വിപ്പ് ലംഘിച്ചാൽ. ആ പണി ഭംഗി അയച്ചത്. ഒഴിവ് വന്നപ്പോൾ എന്നെ മന്ത്രിയാക്കി. ഞാൻ യഥാർത്ഥത്തിൽ മന്ത്രിയാകണമെന്ന് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞപ്പം ഞാൻ സത്യത്തിൽ അന്തം വിട്ടിരുന്നു പോയി. ഞാൻ ഒരിക്കലും ഒരു മന്ത്രിയാകാനെ പറ്റി ചിന്തിച്ചിരുന്ന ആളെയല്ല. പിന്നെ ഇപ്പോൾ പാർട്ടി പറഞ്ഞപ്പോൾ ഏറ്റാൽ പിന്നെ ഒരുമാതിരി തോടുപേരിട്ട് കാര്യമുണ്ടോ? ചെയ്യാവുന്ന പണി ആണുങ്ങളുടെ കൂട്ടി ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ പണി. അത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി. അന്നും വൈദ്യുതി ഉൽപ്പാദനം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം കുറച്ചുകൂടെ കാണും. പുതിയ പദ്ധതികൾ വന്നു. നമ്മൾ കുറേ പുതിയ പദ്ധതികൾ തുടങ്ങി. എൻ്റെ കാലത്ത് തന്നെ തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ സതീശനുമൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഗവൺമെൻറ് അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു വൈദ്യുതി കട്ടുണ്ടാക്കി പുതിയ കരാറൊക്കെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടത്താനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ന്യായമായി സംശയിക്കുന്നതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട് ആ സ്ഥലത്ത് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപം. ഇത്രയും ദിവസം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തേണ്ട ആളെ MP അർത്ഥമുള്ള ജനപ്രതിനിധികളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ KPCC പ്രസിഡന്റിനോടോ AICC പ്രസിഡന്റിനോടോ ചോദിക്കേണ്ട കാര്യം MM മണി ഈ പാവം എന്നോട് ചോദിച്ചു. അത് അവർക്ക് അന്തോ കുന്തോ വല്ലതും ഉണ്ടോ? നെഹ്റു കുടുംബത്തിൻ്റെ മകളുടെ മകനോ മകൻ്റെ കൊച്ചുമകൻ്റെ മകളോ ഏതാണ്ടാണെന്നും പറഞ്ഞ് MP MLA ഒക്കെ ആയത് ആ ഫാമിലി വെച്ച് ചുമ്മാ ശൂക്കന്ന് മജിസ്ട്രേറ്റ് ആയതുപോലെ ആയാൽ വയനാട് മുഴുവൻ താന്നു പോയാലും പ്രിയങ്ക ഗാന്ധി വരികയില്ല. അതേമേ MM മണിയാണ് ചെല്ലും. അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അന്നേരം ചെല്ലും. ഇതുവരെ ചെന്നിട്ടുണ്ട്. MM മണിയുടെ പാർട്ടിക്കാരും ചെല്ലും. അതാണ് ആശാൻ മന്ത്രിയാക്കിയപ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് മന്ത്രിയായപ്പോ ഇങ്ങനെ ഒരു പവർ കട്ട് കാണുമ്പോൾ ആശാനൊരു സന്തോഷമൊക്കെ ഉണ്ടോ?
പിന്നെ ആ സന്തോഷം എന്നാലും, പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. പവർ കട്ട് വരുമ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓരോ വീടുകളിലും പ്രശ്നമാണ്, ഇരുട്ടാണ്, ബുദ്ധിമുട്ടാണ്. അതിൽ ദുഃഖമാണുള്ളത്, അമർഷമുണ്ട്. അത് ക്ഷണിച്ച് വരുത്തുകയാണ് സതീശനും കൂട്ടരും. ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും നിലയിൽ വൈദ്യുതി ഇപ്പം വെള്ളം കുറവാണ്, മഴ കുറവുണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വൈദ്യുതി വേറെ ഉണ്ടാക്കുന്നതിന് കിട്ടുമല്ലോ ഈ രാജ്യത്ത്. താപനിലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. അതൊക്കെ വാങ്ങിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് പകരം ചുമ്മാ കൈ കഴുകിയ നിലപാട് പിന്നെ തട്ടിപ്പിൻ്റെ ഏർപ്പാടാണ്. അല്ല പറഞ്ഞ വഞ്ചനയെന്ന് പറയും. ഇയാൾ അധികാരത്തെ തുടരാൻ കഴിയില്ല, കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയില്ല, രാജിവെച്ച് വേറെ പണി നോക്കണം. എന്നിട്ട് വേറെ ആരെങ്കിലും കഴിവുള്ളവരെ ഏൽപ്പിക്കണം. കോൺഗ്രസിനകത്ത് തന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. സതീശൻ നിങ്ങൾ ഒഴിഞ്ഞിട്ട് വേറെ അതിനകത്ത് കൊള്ളാവുന്ന ആളുകളുണ്ട്, അവരെ പിടിച്ചാക്കട്ടെ എന്ന് മണ ഗുണം എന്നുള്ള ഒരുമാതിരി ഏർപ്പാട്.